എല്ലാവർക്കും നമസ്കാരം. നമ്മളൊക്കെ തന്നെയും സാധാരണഗതിയിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രമുഖ ഇലക്ട്രോണിക് ഉപകരണമാണ് സൈൻ വേവ് ഇൻവെർട്ടറുകൾ എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള സൈൻ വേവ് ഇൻവെർട്ടറുകളുടെ നിർമ്മാണത്തെപ്പറ്റി, ഇവയുടെ നിർമ്മാണ സമയത്ത് ഇവയിൽ ഉപയോഗിച്ചിരിക്കുന്ന വിവിധ തരത്തിലുള്ള ടെക്നോളജികളെപ്പറ്റി, കൂടാതെ ഇതിൻ്റെ നിർമ്മാണത്തിന് ആവശ്യമായിട്ട് വരുന്ന പല വിധത്തിലുള്ള ഘടകങ്ങളെപ്പറ്റിയും ഉള്ള ഒരു ഇൻട്രൊഡക്ടറി വീഡിയോ ആണ് ഇന്നത്തേത്. ഇത്തരത്തിലുള്ള ഇൻവെർട്ടറുകൾ നിർമ്മിക്കുവാൻ ആവശ്യമായിട്ടുള്ള ഘടകങ്ങളിൽ പ്രധാനമായ ഒരെണ്ണമാണ് ഇതിനുള്ളിലെ ഇലക്ട്രോണിക് സർക്യൂട്ട് ബോർഡുകൾ എന്ന് പറയുന്നവ. അപ്പോൾ ഈ വീഡിയോയിൽ കൂടി ഇത്തരത്തിലുള്ള ഒരു പുതിയ സർക്യൂട്ട് ബോർഡിനെ അഥവാ ഇൻവെർട്ടർ ബോർഡിനെ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുകയും കൂടിയാണ്. ഇനി വരാനിരിക്കുന്ന പല വീഡിയോകളിലും ഈ വിഷയങ്ങളെപ്പറ്റിയും ഇൻവെർട്ടറുകളെ സംബന്ധിച്ചുള്ള മറ്റ് പല വിഷയങ്ങളെപ്പറ്റിയും കൂടുതലായും ആഴത്തിലും മനസ്സിലാക്കുവാനുള്ള സാഹചര്യം ഉണ്ട്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ താല്പര്യമുള്ള ആൾക്കാരൊക്കെ ഈ വരുന്ന വീഡിയോകൾ കൂടി ശ്രദ്ധിക്കണമെന്ന് ഞാൻ താല്പര്യപ്പെടുകയാണ്. ഇൻവെർട്ടറുകൾ അഥവാ സൈൻ വേവ് ഇൻവെർട്ടറുകൾ, ഇവയെപ്പറ്റി അറിയാത്തവരായി നമ്മുടെ ഇടയിൽ ചുരുക്കം ആൾക്കാർ മാത്രമേ കാണുവാൻ സാധ്യതയുള്ളൂ. അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മളുടെ ദൈനംദിന ജീവിതവുമായി വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു പ്രമുഖ ഇലക്ട്രോണിക് ഉൽപ്പന്നം ആണ് ഈ ഇൻവെർട്ടറുകൾ എന്നത് തന്നെയാണ്. നമ്മളുടെയൊക്കെ വീടുകൾ, ഓഫീസുകൾ, വ്യാപാര സ്ഥാപനങ്ങൾ തുടങ്ങി മറ്റ് പലയിടങ്ങളിലും നമുക്ക് ഗ്രിഡിൽ നിന്നുള്ള വൈദ്യുതി നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ട്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് ആവശ്യമായ വൈദ്യുതി ലോക്കലായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കുവാൻ നമ്മൾ ഇത്തരത്തിലുള്ള ഇൻവെർട്ടറുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇനി ഇതുകൂടാതെ പല സ്ഥലങ്ങളിലും ഗ്രിഡിൽ നിന്നുള്ള വൈദ്യുതി എത്തിച്ചേർന്നിട്ടില്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ ചില എസ്റ്റേറ്റുകൾ, അവയുടെ ഉള്ളിലുള്ള ലയങ്ങൾ പോലെ ജനങ്ങൾ വസിക്കുന്ന സ്ഥലങ്ങൾ, ഉൾനാടൻ ഗ്രാമപ്രദേശങ്ങൾ, ചില വനങ്ങളുടെയൊക്കെ ഉൾഭാഗങ്ങൾ, ഇവിടങ്ങളിലൊക്കെ പലപ്പോഴും നമുക്ക് AC വൈദ്യുതിയുടെ ആവശ്യം ഉണ്ടാകാറുണ്ട്. ഇങ്ങനെയുള്ള ഘട്ടങ്ങളിൽ നമ്മൾ ഇതേ ഇൻവെർട്ടറുകൾ തന്നെയാണ് ബാറ്ററികളുടെയൊക്കെ സഹായത്തോടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുവാൻ ഉപയോഗിക്കുന്നത്. ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ സോളാർ, വിൻഡ് തുടങ്ങിയ എനർജി സോഴ്സുകളിൽ നിന്ന് നമ്മൾക്ക് ആവശ്യമായ വൈദ്യുതി നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ ഉള്ള എനർജി സോഴ്സുകളിൽ നിന്ന് നമുക്കാവശ്യമായ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുവാനും നമ്മൾ ഇത്തരത്തിലുള്ള ഇൻവെർട്ടറുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതുകൂടാതെ നമുക്കറിയാം, പല വാഹനങ്ങൾ, ഉദാഹരണത്തിന് ടൂറിസ്റ്റ് ബസ്സുകൾ, ആംബുലൻസുകൾ, ക്യാമ്പർ വാഹനങ്ങൾ, ഇങ്ങനെയുള്ള വാഹനങ്ങളിലൊക്കെ പലപ്പോഴും ഈ 230 വോൾട്ട് AC വൈദ്യുതിയുടെ ആവശ്യം വരുമ്പോൾ ഇൻവെർട്ടറുകൾ തന്നെയാണ് ഇത്തരത്തിൽ ഉള്ള ആവശ്യങ്ങൾക്കായി നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി ഇതൊന്നുമല്ലാതെ നമുക്കത്ര പരിചിതമല്ലാത്ത പല സന്ദർഭങ്ങളിലും പല മേഖലകളിലും ഇത്തരത്തിലുള്ള ഇൻവെർട്ടറുകൾ വൈദ്യുതി ഉൽപ്പാദനത്തിനായി ഉപയോഗിക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മുടെ ദൈനംദിന ജീവിതവുമായി വളരെയധികം അടുത്ത് നിൽക്കുന്ന ഒരു പ്രമുഖ ഇലക്ട്രോണിക് ഉപകരണമെന്ന നിലയിൽ സൈൻ വേവ് ഇൻവെർട്ടറുകളെ പറ്റി, അവയുടെ നിർമ്മാണത്തെപ്പറ്റിയും അവയിൽ ഉപയോഗിച്ചിരിക്കുന്ന പലതരത്തിലുള്ള ടെക്നോളജികൾ, പലതരത്തിലുള്ള ഘടകങ്ങൾ, ഇവയെപ്പറ്റിയെല്ലാം കൂടുതലായി അറിയുവാനും പഠിക്കുവാനും താല്പര്യമുള്ള വിവിധ മേഖലകളിൽ ധാരാളം ആൾക്കാർ ഉണ്ടെന്ന് മനസ്സിലാക്കിയതിനെ തുടർന്നാണ് ഞാൻ ഇത്തരത്തിലുള്ള കുറേ വീഡിയോകൾ ചെയ്യുവാൻ തീരുമാനിച്ചത്. നമ്മളൊരു ഇൻവെർട്ടർ വാങ്ങുവാൻ തീരുമാനിക്കുമ്പോൾ പ്രധാനമായും നമുക്ക് 2 ഓപ്ഷനുകളിൽ അവ ലഭ്യമാണ്. ഒരു ബ്രോഡ് സെൻസിൽ പറയുകയാണെങ്കിൽ ബ്രാൻഡഡ് ആയിട്ടുള്ള ഇൻവെർട്ടറുകളും അതുപോലെ തന്നെ ലോക്കലായിട്ട് അസംബിൾ ചെയ്തവ അല്ലെങ്കിൽ മാനുഫാക്ചർ ചെയ്ത ഇൻവെർട്ടറുകളും. ബ്രാൻഡഡ് ആയിട്ടുള്ള ഇൻവെർട്ടറുകൾ എന്നതുകൊണ്ട് ഞാൻ അർത്ഥമാക്കുന്നത് ഇലക്ട്രിക്കൽ മേഖലകളിൽ വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള പല കമ്പനികളും ഉണ്ട്. ഇത്തരം കമ്പനികൾ അവരുടെ സ്വന്തം ടെക്നോളജി ഉപയോഗിച്ചിട്ട് ബൾക്കായിട്ട് മാനുഫാക്ചർ ചെയ്ത് ഇത്തരത്തിലുള്ള ഇൻവെർട്ടറുകൾ മാർക്കറ്റിൽ എത്തിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള കമ്പനികൾക്ക് സ്വന്തമായിട്ടുള്ള ടെക്നോളജിയും അതുകൂടാതെ അവർക്ക് സ്വന്തമായിട്ടുള്ള സർവീസ് നെറ്റ്വർക്ക്, അങ്ങനെ പല സംവിധാനങ്ങളും ഉണ്ടായിരിക്കുകയും ചെയ്യും. മറിച്ച് ലോക്കലായിട്ട് നിർമ്മിക്കപ്പെടുന്ന ഇൻവെർട്ടറുകളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഇൻവെർട്ടർ മാനുഫാക്ചറിങ് യൂണിറ്റുകൾക്കൊക്കെ പലപ്പോഴും സ്വന്തമായി ടെക്നോളജികൾ ഉണ്ടാവണമെന്നില്ല. എന്നിരുന്നാലും ഇതിൻ്റെ ആവശ്യത്തിനായിട്ടുള്ള ടെക്നോളജികൾ പലതും നമ്മൾക്ക് മാർക്കറ്റിൽ ഇന്നിപ്പോൾ സുലഭമായി കിട്ടുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ മാർക്കറ്റിൽ നിന്ന് ലഭിക്കുന്നതോ സ്വന്തമായി ഡെവലപ്പ് ചെയ്തതോ ആയ ടെക്നോളജികൾ ഉപയോഗിച്ചിട്ട് ലോക്കൽ കോമ്പണൻസുകൾ അല്ലെങ്കിൽ ലോക്കൽ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള കോമ്പണൻസുകൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന
ഇൻവെർട്ടറുകളെയാണ് നമ്മൾ സാധാരണ അസംബിൾഡ് ഇൻവെർട്ടറുകൾ അല്ലെങ്കിൽ ലോക്കൽ മാനുഫാക്ചേർഡ് ഇൻവെർട്ടറുകൾ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇൻവെർട്ടർ വാങ്ങുവാൻ നമ്മൾ തീരുമാനിക്കുമ്പോൾ പ്രധാനമായും നമുക്ക് ഒരു സംശയം ഉണ്ടാകുന്നത് ഇതിലേത് തരത്തിലുള്ള ഇൻവെർട്ടറുകൾ വാങ്ങണം എന്നുള്ളതാണ്. ഈ ഇൻവെർട്ടറുകൾ തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണെന്നും ഇതിന് എന്തൊക്കെ സവിശേഷതകളാണ് ഓരോന്നിനും ഉള്ളതെന്നും ഉള്ള കാര്യമാണ് നമ്മൾ ഇനി നോക്കുവാൻ പോകുന്നത്. ലോക്കൽ ആയിട്ട് നിർമ്മിക്കുന്ന ഇൻവെർട്ടറുകളെ സംബന്ധിച്ച് പറയുമ്പോൾ ആദ്യമായിട്ട് പറയേണ്ട ഒരു കാര്യം, അത്തരത്തിലുള്ള ഇൻവെർട്ടറുകൾ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് നിർമ്മിക്കാം എന്നുള്ളതാണ്. കസ്റ്റമൈസേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു കസ്റ്റമറുടെ അല്ലെങ്കിൽ ഒരു ഉപഭോക്താവിൻ്റെ റിക്വയർമെൻറ്റിന് അനുസരിച്ചുള്ള കപ്പാസിറ്റിയിൽ ഇത്തരം ഇൻവെർട്ടറുകൾ നിർമ്മിക്കാൻ ആവും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. 12 വോൾട്ട് അല്ലെങ്കിൽ ഒരു ബാറ്ററി, 2 ബാറ്ററി, അങ്ങനെ എത്ര ബാറ്ററി ഉപയോഗിച്ച് വേണമെങ്കിലും നമുക്ക് ഇത്തരം സിസ്റ്റങ്ങൾ നിർമ്മിച്ചെടുക്കാൻ സാധിക്കും. രണ്ടാമതായി, ഇത്തരം ഇൻവെർട്ടറുകളിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളെ പറ്റിയാണ്. 2 തരം ഘടകങ്ങളാണ് പ്രധാനമായും ഇങ്ങനെയുള്ള ഇൻവെർട്ടറുകളിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. ഒന്ന് അതിനുള്ളിലെ ട്രാൻസ്ഫോർമറുകളും 2 അതിനുള്ളിലെ ഇലക്ട്രോണിക് സർക്യൂട്ട് ബോർഡുകൾ അഥവാ ഇൻവെർട്ടർ ബോർഡുകളും. ഇതിൽ ട്രാൻസ്ഫോർമറിനെ പറ്റി പറയുമ്പോൾ നമുക്കെല്ലാവർക്കും തന്നെ അറിയാവുന്ന കാര്യമാണ്, 2 തരത്തിലുള്ള ട്രാൻസ്ഫോർമറുകൾ പ്രധാനമായും നമുക്ക് ലഭിക്കുന്നുണ്ട്. കോപ്പർ വൈൻഡിങ്ങുകളോട് കൂടിയതും അതുപോലെ അലൂമിനിയം വൈൻഡിങ്ങുകളോട് കൂടിയതുമായ ട്രാൻസ്ഫോർമറുകൾ. ഇതിൽ അലൂമിനിയം ട്രാൻസ്ഫോർമറുകൾക്ക് കോപ്പർ ട്രാൻസ്ഫോർമറുകളുടെ അത്രയും എഫിഷ്യൻസി അല്ലെ ക്വാളിറ്റി ഇല്ല എന്നുള്ള കാര്യവും നമുക്കറിയാം. ഇതൊക്കെയാണെങ്കിലും അലൂമിനിയം കമ്പികൾ ഉപയോഗിച്ച് കോപ്പർ ട്രാൻസ്ഫോർമറുകളുടെ അതേ ക്വാളിറ്റിയിലുള്ള ട്രാൻസ്ഫോർമറുകൾ നമുക്ക് നിർമ്മിക്കാൻ സാധിക്കും എന്ന് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പ്രോപ്പറായിട്ട് ഡിസൈൻ ചെയ്തും അതുപോലെ തന്നെ കറക്റ്റ് സൈസിലുള്ള അലൂമിനിയം വയറുകൾ ഉപയോഗിച്ചുകൊണ്ടും നമുക്ക് കോപ്പർ ട്രാൻസ്ഫോർമറുകളുടെ അതേ ക്വാളിറ്റിയിലുള്ള അലൂമിനിയം ട്രാൻസ്ഫോർമറുകളും നിർമ്മിക്കാൻ സാധിക്കും. ട്രാൻസ്ഫോർമറുകളിൽ ഉപയോഗിച്ചിരിക്കുന്ന അലൂമിനിയം വയറായാലും കോപ്പർ വയറായാലും ട്രാൻസ്ഫോർമറുകളുടെ എഫിഷ്യൻസിയെ സാരമായി ബാധിക്കുന്നത് മറ്റൊരു ഘടകമാണ്. അതിലുപയോഗിച്ചിരിക്കുന്ന കോറുകളാണ് ട്രാൻസ്ഫോർമറുകളുടെ എഫിഷ്യൻസിയെ കൂടുതലായിട്ടും ബാധിക്കുന്നത്. ഇതെങ്ങനെയാണെന്നും ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ട്രാൻസ്ഫോർമറിനെ പറ്റിയുള്ള ഒരു വീഡിയോയിൽ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള വിഷയങ്ങൾ നമ്മൾ ആ വീഡിയോയിൽ കൂടി കൂടുതലായിട്ട് മനസ്സിലാക്കാം. ട്രാൻസ്ഫോർമറുകളെ പറ്റി പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം ഇവിടെ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ മാർക്കറ്റിൽ വാങ്ങുവാൻ കിട്ടുന്ന ഇത്തരത്തിലുള്ള സൈൻ വേവ് ഇൻവെർട്ടർ ട്രാൻസ്ഫോർമറുകളൊക്കെയും പല കോംപ്രമൈസുകളും ചെയ്തിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഇൻവെർട്ടർ ട്രാൻസ്ഫോർമറുകൾ ഉപയോഗിച്ച് ഇൻവെർട്ടറുകൾ നിർമ്മിക്കുമ്പോൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന പല പ്രശ്നങ്ങളെപ്പറ്റിയും വരുന്ന ഒരു വീഡിയോയിൽ കൂടുതലായിട്ട് സംസാരിക്കുന്നുണ്ട്. ആ വീഡിയോയിൽ കൂടി നമ്മൾക്ക് ഇങ്ങനെയുള്ള വിഷയങ്ങളെ എങ്ങനെ തരണം ചെയ്യാമെന്നും മറ്റുമുള്ള കാര്യങ്ങൾ നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാം. ഇനി അടുത്തതായി ഇൻവെർട്ടർ ബോർഡുകളെക്കുറിച്ചാണ്. വ്യത്യസ്ത ടെക്നോളജികൾ ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ള പലതരത്തിലുള്ള ബോർഡുകൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പലതരത്തിലുള്ള ഹാർഡ്വെയർ ഡിസൈനോട് കൂടിയ ബോർഡുകൾ നമുക്ക് ഇന്ന് ലഭ്യമാണ്. എന്നാൽ സാധാരണ ഇൻവെർട്ടർ ബോർഡുകൾ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് പലർക്കും ഇത്തരം ബോർഡുകളുടെ ക്വാളിറ്റിയെപ്പറ്റിയും അവയിൽ ഉപയോഗിച്ചിരിക്കുന്ന ടെക്നോളജികളെ പറ്റിയും ഒന്ന് പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള ഒരു അവസരം ഉണ്ടായി എന്ന് വരികയില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ വരുന്ന വീഡിയോകളിലൂടെ ഇത്തരത്തിലുള്ള ബോർഡുകളെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നതാണ്. അങ്ങനെ ഉയർന്ന ക്വാളിറ്റിയുള്ള ഇൻവെർട്ടർ ബോർഡുകളും ഉയർന്ന ക്വാളിറ്റിയുള്ള ട്രാൻസ്ഫോർമറുകളും ഒക്കെ ഉപയോഗിച്ച് നമുക്ക് വളരെ ഉന്നത നിലവാരത്തിലുള്ള ഇൻവെർട്ടറുകൾ നിർമ്മിച്ചെടുക്കുവാൻ സാധിക്കും. ഇത് ഇത്തരത്തിലുള്ള അസംബിൾഡ് ഇൻവെർട്ടറുകളുടെ ഒരു പ്രത്യേകതയാണ്. നമ്മളുടെ ഈ സോളാർ എനർജി ഇത്ര കണ്ട് വ്യാപകമായി ഉപയോഗിക്കുന്നതിന് മുൻപ് നമ്മൾ ഇത്തരം ഇൻവെർട്ടറുകൾ സാധാരണഗതിയിൽ സ്റ്റാൻഡ് ബൈ പർപ്പസിന് വേണ്ടിയായിരുന്നു ഉപയോഗിച്ചിരുന്നത്. സ്റ്റാൻഡ് ബൈ പർപ്പസ് എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഇൻവെർട്ടറുകൾ എല്ലാം തന്നെ വളരെ കുറച്ച് സമയത്തേന് മാത്രം, ഉദാഹരണത്തിന് പവർ കട്ട് അല്ലെങ്കിൽ ചെറിയ സമയത്തേക്കുള്ള പവർ ഔട്ടേജ് ഇവയൊക്കെ നേരിടുന്നതിന് വേണ്ടിയായിരുന്നു ഉപയോഗിച്ചിരുന്നത്. ഇനി ദീർഘസമയത്തേക്കുള്ള പവർ കട്ട് അല്ലെങ്കിൽ ലോഡ് ഷെഡിങ് ഒക്കെ ആണെങ്കിൽ കൂടി ഇത്തരം ഇൻവെർട്ടറുകളിൽ ഘടിപ്പിച്ചിരിക്കുന്ന ബാറ്ററികൾ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ചാർജ് ചെയ്ത് തീരുന്ന സമയത്തേക്ക് മാത്രമേ ഇങ്ങനെയുള്ള ഇൻവെർട്ടറുകളുടെ ഉപയോഗം നമുക്ക് ആവശ്യമായി വന്നിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ
കൂടി വന്നു കഴിഞ്ഞാൽ 2-3 മണിക്കൂർ നേരത്തേക്ക് മാത്രമായിരുന്നു ഇത്തരം ഇൻവെർട്ടറുകൾ വർക്ക് ചെയ്യേണ്ടി വന്നിരുന്നത്. ഒരു ഓഫ് ഗ്രിഡ് സോളാർ സിസ്റ്റത്തെ പറ്റി പറയുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പണ്ടൊക്കെ നമ്മുടെ വീടുകളിൽ ഇൻവെർട്ടറുകൾ ഉപയോഗിക്കുമ്പോൾ മുഖ്യമായും അതിൽ കണക്ട് ചെയ്തിരുന്നത് വീടുകളിലെ ലൈറ്റുകൾ, ഫാനുകൾ തുടങ്ങിയ ചെറിയ ലോഡുകളായിരുന്നു. ലൈറ്റുകളും ഫാനുകളും ഉൾപ്പെടുന്ന ചെറിയ ലോഡുകൾ വൈദ്യുതിയുടെ ഒരു ചെറിയ ഭാഗം മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. എന്നാൽ വീടുകളിൽ ഉപയോഗിക്കുന്ന മറ്റ് ഹെവി ആയിട്ടുള്ള ലോഡുകൾ, ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഇൻഡക്ഷൻ കുക്കറുകൾ, ഓവനുകൾ, ഫ്രിഡ്ജ്, AC, മോട്ടോറുകൾ, അതുപോലെ മിക്സർ ഗ്രൈൻഡറുകൾ, ഇങ്ങനെയുള്ള ഹെവി ലോഡുകളെല്ലാം തന്നെ ആണ് കൂടുതലായിട്ടും വൈദ്യുതി ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ വീടുകളിൽ ഒരു ഓഫ് ഗ്രിഡ് സോളാർ സിസ്റ്റം സ്ഥാപിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഹെവി ലോഡുകൾ വർക്ക് ചെയ്യാൻ കെൽപ്പുള്ള സിസ്റ്റങ്ങളല്ല എങ്കിൽ നമ്മൾ സോളാർ സ്ഥാപിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് മെച്ചമൊന്നും ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് ഇത്തരത്തിലുള്ള സോളാർ ഇൻവെർട്ടറുകൾ ഒക്കെ തന്നെയും പണ്ടത്തെ ഇൻവെർട്ടറുകളെ അപേക്ഷിച്ച് കൂടുതൽ പവർ ഹാൻഡിൽ ചെയ്യാൻ കെൽപ്പുള്ളവയായിരിക്കണം എന്ന് നിർബന്ധമാണ്. അപ്പോൾ ലോക്കൽ ആയിട്ട് നിർമ്മിക്കുന്ന ഇൻവെർട്ടറുകളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് കൺസിഡർ ചെയ്തിട്ട് ക്വാളിറ്റിയുള്ള ഇൻവെർട്ടറുകൾ നിർമ്മിക്കാൻ സാധിക്കും എന്നുള്ളത് ഒരു വലിയ പ്രത്യേകതയാണ്. അപ്പോൾ ഇങ്ങനെ സോളാർ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഇൻവെർട്ടറുകളെ സംബന്ധിച്ചിടത്തോളം ഇവ 365 ദിവസവും 24 മണിക്കൂറും ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കേണ്ടവയാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഇൻവെർട്ടറുകൾക്ക് എപ്പോഴും ക്വാളിറ്റി നിർബന്ധമായിട്ടും വേണം. മാത്രമല്ല ഇങ്ങനെയുള്ള ഇൻവെർട്ടറുകൾ 365 ദിവസവും ഗ്രിഡുമായിട്ടോ അല്ലെങ്കിൽ സോളാർ ലൈനുമായിട്ടോ ബന്ധിപ്പിച്ചാണ് വർക്ക് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ പലപ്പോഴും സർജുകൾ മൂലവും ലൈറ്റ്നിങ് പോലുള്ള സമയത്തും ഇത്തരത്തിലുള്ള ഇൻവെർട്ടറുകൾ ഡാമേജ് ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇങ്ങനെയുള്ള അസംബിൾഡ് ഇൻവെർട്ടറുകൾ ഒക്കെ കേടാകുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ ഇതിലുപയോഗിച്ചിരിക്കുന്ന എല്ലാവിധ കോമ്പണൻസുകളും ടെക്നോളജി ഉൾപ്പെടെയുള്ളവ നമുക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങാൻ ലഭിക്കുന്നതാണ്. ഇൻവെർട്ടറിൻ്റെ സർവീസിംഗ് അറിയാവുന്ന ഏതൊരു ടെക്നീഷ്യനും ഇത്തരത്തിലുള്ള കോമ്പണൻസുകൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങി ഇൻവെർട്ടറുകൾ വീണ്ടും വീണ്ടും സർവീസ് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളത് ഇത്തരത്തിലുള്ള ഇൻവെർട്ടറുകളുടെ ഒരു വലിയ പ്രത്യേകതയാണ്. അതുമാത്രവുമല്ല ഇങ്ങനെ സർവീസിങ്ങിന് വേണ്ടി വരുന്ന ചിലവും വളരെ കുറവായിരിക്കും. ബ്രാൻഡഡ് ഇൻവെർട്ടറുകളുടെയൊക്കെ വാറണ്ടി കഴിഞ്ഞതിന് ശേഷമാണ് ഇതുപോലുള്ള ഡാമേജുകൾ ഒക്കെ സംഭവിക്കുന്നതെങ്കിൽ പലപ്പോഴും നമ്മൾ ഇതിനുള്ളിലെ ഇലക്ട്രോണിക് സർക്യൂട്ട് ബോർഡുകൾ മുഴുവനായിട്ടും തന്നെ മാറ്റി വയ്ക്കേണ്ട ഒരു സാഹചര്യവും ഉണ്ടാകാറുണ്ട്. ഇത് നമുക്ക് ധനനഷ്ടത്തിനും മറ്റ് ചില ബാധ്യതകൾക്കും ഒക്കെ കാരണമായി തീരുകയും ചെയ്യും. ഇനിയും മറ്റൊരു കാര്യമുള്ളത്, ഇത്തരം ഇൻവെർട്ടറുകൾ നമ്മൾ സോളാർ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ പലപ്പോഴും ഗ്രിഡിൽ നിന്നുള്ള ബാറ്ററിയുടെ ചാർജിങ് നമുക്ക് ഡിസേബിൾ ചെയ്യേണ്ട അവസരങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ലോക്കലായിട്ട് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ടെക്നോളജി ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന ഇൻവെർട്ടറുകളാണെങ്കിൽ ഗ്രിഡിൽ നിന്നുള്ള ബാറ്ററിയുടെ ചാർജിങ് ഒഴിവാക്കാൻ സാധിക്കും എന്നുള്ളത് അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. ബ്രാൻഡഡ് ആയിട്ടുള്ള പല ഇൻവെർട്ടറുകളിലും ഇങ്ങനെയുള്ള ഒരു ഫെസിലിറ്റി ഇതുവരെ ഇല്ലായിരുന്നു. എങ്കിലും വളരെ റീസെൻ്റായിട്ട് മാർക്കറ്റിൽ എത്തിയിട്ടുള്ള ചില ഇൻവെർട്ടറുകളിൽ ഇങ്ങനെയുള്ള ഫെസിലിറ്റി അവർ നൽകിയിട്ടുണ്ട്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ലിഥിയം ബാറ്ററിയുടെ ഉപയോഗം. ലിഥിയം ബാറ്ററി ഇപ്പോൾ വളരെ പോപ്പുലറായി വരികയാണ്. സോളാർ പാനലുകളും ലിഥിയം ബാറ്ററികളും ഉപയോഗിച്ചുള്ള ഒരു കോമ്പിനേഷൻ ഇപ്പോൾ ധാരാളം ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട്. ലിഥിയം ബാറ്ററികളുടെ ചാർജിങ് ലെഡ് ആസിഡ് ബാറ്ററികളെക്കാട്ടിലും വ്യത്യസ്തമാണ്. പ്രത്യേക ചാർജിങ് അൽഗോരിതം തന്നെ ഇത്തരത്തിലുള്ള ലിഥിയം ബാറ്ററികൾക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതുപോലെ ലോക്കലായിട്ട് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ടെക്നോളജികളിൽ ലിഥിയം ബാറ്ററി ചാർജിങ്ങിൻ്റെ സപ്പോർട്ട് ചെയ്യുന്ന അൽഗോരിതവും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ നാളിതുവരെ ഇറങ്ങിയിട്ടുള്ള ബ്രാൻഡഡ് ആയിട്ടുള്ള പല ഇൻവെർട്ടറുകളിലും ഇങ്ങനെയുള്ളൊരു സംവിധാനം അവർ നൽകിയിട്ടില്ലായിരുന്നു. അവിടെയും ഞാൻ മുൻപ് പറഞ്ഞതുപോലെ വളരെ റീസെൻ്റായിട്ട് ഇറങ്ങിയിട്ടുള്ള പല ബ്രാൻഡഡ് ഇൻവെർട്ടറുകളിലും ഇങ്ങനെയുള്ളൊരു സംവിധാനം അവർ നൽകി തുടങ്ങിയിട്ടുണ്ട്. ലോക്കലായിട്ടുള്ള ഇൻവെർട്ടറുകളിൽ ഉപയോഗിച്ചിരിക്കുന്ന ടെക്നോളജികൾ പലതിലും ഇത്തരത്തിൽ ലിഥിയം ബാറ്ററികളുടെ ചാർജിങ്ങിനായിട്ടുള്ള അൽഗോരിതവും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്നിരുന്നാലും ഇത്തരം ഇൻവെർട്ടർ ബോർഡുകൾ പലതിലും പല രീതിയിലാണ് ഇങ്ങനെയുള്ള ചാർജിങ് അൽഗോരിതം വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ടുള്ള അൽഗോരിതം ഉൾപ്പെടുന്ന
ബോർഡുകൾ വാങ്ങി ഇങ്ങനെ ലിഥിയം ബാറ്ററികളുടെ കൂടെ ഉപയോഗിക്കുവാൻ ശ്രദ്ധിക്കുക. ലിഥിയം ബാറ്ററികളുടെ ഉപയോഗവും അതിൻ്റെ ചാർജിങ്ങിനെ പറ്റിയുള്ള വിശദമായ കാര്യങ്ങളുമൊക്കെ നമ്മൾ വരുന്ന ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത് ഹൈ ഫ്രീക്വൻസി ഇൻവെർട്ടറുകളെ കുറിച്ചാണ്. ഇത്തരത്തിലുള്ള ഹൈ ഫ്രീക്വൻസി ഇൻവെർട്ടറുകൾ മുൻപ് തന്നെ നമുക്കിവിടെ അവൈലബിൾ ആയിരുന്നുവെങ്കിലും അവയുടെ കംപ്ലൈൻറ്റ് റേഷ്യോ കൂടുതലായിരുന്നാൽ ആയിരിക്കണം അത് അത്ര പോപ്പുലർ ആയി തീർന്നില്ല. എന്നാൽ ഇപ്പോൾ ചൈനയിൽ നിന്നും മറ്റും ഇത്തരത്തിലുള്ള ധാരാളം ഇൻവെർട്ടറുകൾ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഇൻവെർട്ടറുകളൊക്കെ ലിഥിയം ബാറ്ററി സപ്പോർട്ട് ചെയ്യുന്നവയാണ്. ഇങ്ങനെയുള്ള ഹൈ ഫ്രീക്വൻസി ഇൻവെർട്ടറുകൾ ഉപയോഗിക്കുന്നത് വളരെ നല്ലത് തന്നെയാണ്. എന്നിരുന്നാലും ഇത്തരത്തിലുള്ള ഇൻവെർട്ടറുകളെല്ലാം തന്നെ ഇമ്പോർട്ട് ചെയ്ത് വരുന്നതാകിയാൽ ഇതിൻ്റെ ടെക്നോളജി നമുക്ക് അവൈലബിൾ അല്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സർവീസിങ് സമയത്ത് മാത്രം നമുക്ക് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുമാത്രമാണ് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജായി നമുക്ക് പറയുവാൻ ഇപ്പോൾ ഉള്ളത്. ഇൻവെർട്ടറുകളെ പറ്റി അറിയാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും തന്നെ ഈ വീഡിയോകൾ പ്രയോജനപ്പെടും എന്ന് ഞാൻ ആദ്യമേ തന്നെ പറയട്ടെ. എന്നിരുന്നാലും ഇൻവെർട്ടറുകളുടെ മാനുഫാക്ചറിങ് ആയി ബന്ധപ്പെട്ട ആൾക്കാർക്കും ഇതിൻ്റെ ഡിസൈനിങ് അതുപോലെ തന്നെ ഇൻവെർട്ടർ സർവീസിങ് ഫീൽഡിലുള്ളവർക്കും ഒക്കെ വളരെയധികം ഇത്തരത്തിലുള്ള വീഡിയോകൾ പ്രയോജനം ചെയ്യുന്നതായിരിക്കും. ഇതുകൂടാതെ നമ്മുടെ ചുറ്റുപാടും ഇലക്ട്രോണിക്സിൽ നല്ല താല്പര്യവും ഇലക്ട്രോണിക്സിൽ അത്യാവശ്യം അറിവും സ്കില്ലും ഒക്കെയുള്ള ധാരാളം ആൾക്കാർ ഉണ്ട്. ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് സ്വന്തമായി സൈൻ വേവ് ഇൻവെർട്ടറുകൾ നിർമ്മിക്കുവാനും അതുപോലെ തന്നെ പുതിയതായിട്ട് ഈ മേഖലയിലേക്ക് കടന്നു വരുന്ന ആൾക്കാർക്കും ഒക്കെ നമ്മുടെ ഈ വീഡിയോകൾ വളരെയധികം പ്രയോജനമായി തീരും എന്ന കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. ഇത്തരത്തിലുള്ള സൈൻ വേവ് ഇൻവെർട്ടറുകളിൽ നമ്മൾ നിരവധി ടെക്നോളജികൾ ഉപയോഗിക്കുന്നുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന PCBകളുടെ ഡിസൈനിങ് തൊട്ട് അതിലുപയോഗിച്ചിരിക്കുന്ന സർക്യൂട്ടറിയുടെ ഡിസൈൻ, ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഡിജിറ്റൽ ടെക്നോളജി, എംബഡഡ് ഇലക്ട്രോണിക്സ്, അതുപോലെ പവർ ഇലക്ട്രോണിക്സ്, കൂടാതെ മാഗ്നറ്റിസം അല്ലെങ്കിൽ ട്രാൻസ്ഫോർമർ നിർമ്മിക്കാൻ ആവശ്യമായ ടെക്നോളജികൾ, ഇതൊന്നുമല്ലാതെ ഇതിലുപയോഗിച്ചിരിക്കുന്ന പല വിധത്തിലുള്ള കോമ്പണൻസുകളുടെയൊക്കെ വർക്കിങ്ങിനെ പറ്റിയുള്ള ഒരു അറിവ്, ഇവയെല്ലാം ഇത്തരത്തിലുള്ള വീഡിയോകൾ കൂടി നിങ്ങൾക്ക് ലഭിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയുവാനും മനസ്സിലാക്കുവാനും പഠിക്കുവാനും താല്പര്യമുള്ള വിദ്യാർത്ഥികൾ ഉൾപ്പെടുന്ന വളരെയധികം ആൾക്കാർ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് എല്ലാം ഈ വീഡിയോകൾ ഒരു മുതൽക്കൂട്ടാവും. യൂട്യൂബ് ചാനലുകൾ, പുസ്തകങ്ങൾ ഇവ വഴി നമ്മൾ ഇങ്ങനെയുള്ള ധാരാളം അറിവുകൾ നേടിയിട്ടുണ്ടാവും. എന്നിരുന്നാലും നമ്മൾ സാധാരണഗതിയിൽ മനസ്സിലാക്കിയിട്ടില്ലാത്ത പല കാര്യങ്ങളും, അതുകൂടാതെ മനസ്സിലാക്കിയിട്ടുള്ള പല കാര്യങ്ങളെപ്പറ്റി കൂടുതലായിട്ട് മനസ്സിലാക്കുവാനും ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും. ഇത്തരത്തിലുള്ള സൈൻ വേവ് ഇൻവെർട്ടറുകളൊക്കെ നിർമ്മിക്കുന്നതിന് മുൻപായി ഇൻവെർട്ടറുകൾ ഉപയോഗിച്ചിരിക്കുന്ന നിരവധി ടെക്നോളജികളെ പറ്റിയും അതിലുപയോഗിച്ചിരിക്കുന്ന പല വിധത്തിലുള്ള ഘടകങ്ങളെ പറ്റിയും ഒക്കെയുള്ള അടിസ്ഥാനപരമായ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം ഇൻവെർട്ടറുകൾ നിർമ്മിക്കുകയാണെങ്കിൽ നമുക്ക് ഉന്നത നിലവാരത്തിലുള്ള ഇൻവെർട്ടറുകൾ അതുവഴി നിർമ്മിച്ചെടുക്കാനാവും. അതുകൊണ്ട് തന്നെ ക്വാളിറ്റിയുള്ള ഇൻവെർട്ടറുകൾ എങ്ങനെ നിർമ്മിക്കാം എന്നുള്ളതിനെപ്പറ്റി ഒരു നല്ല ധാരണ ലഭിക്കുവാൻ നമ്മളുടെ ഈ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്നതാവും. ഇങ്ങനെ ഉയർന്ന നിലവാരത്തിൽ ഉള്ള ഇൻവെർട്ടറുകൾ നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു ഇൻവെർട്ടർ ബോർഡിനെയാണ് ഇന്ന് നിങ്ങൾക്കായി ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത്. ഐജൻ ടെക്നോളജീസിൻ്റെ പിൻബലത്തിൽ ഐജൻ ഇൻവെർട്ടർ ബോർഡുകൾ എന്ന പേരിൽ നമുക്ക് ലഭ്യമായിട്ടുള്ള ഇൻവെർട്ടർ ബോർഡുകളാണ് അവ. ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ഇലക്ട്രോണിക് സർക്യൂട്ട് ബോർഡുകളൊക്കെയും നിർമ്മിക്കുന്നത് വളരെ ഉന്നതമായ സാങ്കേതിക വിദ്യകളുടെയൊക്കെ പിൻബലത്താലാണ്. അപ്പോൾ അത്തരത്തിൽ നൂതന ടെക്നോളജികളുടെയൊക്കെ പിൻബലത്തിൽ നിർമ്മിച്ചിരിക്കുന്ന ഇൻവെർട്ടർ ബോർഡുകളാണ് ഈ ഐജൻ ഇൻവെർട്ടർ ബോർഡുകൾ. ഈ ഐജൻ ഇൻവെർട്ടർ ബോർഡുകൾ ഉപയോഗിച്ച് നമുക്ക് വിവിധ കപ്പാസിറ്റികളിൽ ഉള്ള ഇൻവെർട്ടറുകൾ നിർമ്മിക്കാൻ സാധിക്കും. ഏകദേശം 500 VA മുതൽ 7000 VA വരെയുള്ള ഓഫ് ഗ്രിഡ് സിംഗിൾ ഫേസ് സൈൻ വേവ് ഇൻവെർട്ടറുകൾ നമുക്ക് ഇത്തരത്തിൽ നിർമ്മിച്ചെടുക്കാനാവുന്നതാണ്. ഈ ഐജൻ ബോർഡുകൾ നമുക്ക് പ്രധാനമായും 2 ടൈപ്പ് PCBകളിൽ ലഭ്യമാണ്. സിംഗിൾ സൈഡഡ് PCBകളിലും അതുപോലെ തന്നെ ഡബിൾ സൈഡഡ് PCBകളിലും. ഇതിൽ
ഡബിൾ സൈഡഡ് പി സി ബികൾക്ക് സിംഗിൾ സൈഡഡ് പി സി ബികളെ അപേക്ഷിച്ച് അല്പം വില കൂടുതലാണെങ്കിലും അവയുടെ ക്വാളിറ്റി വളരെ മെച്ചപ്പെട്ടതായിരിക്കും. അതിനാൽ തന്നെ ഇങ്ങനെ മെച്ചപ്പെട്ട ക്വാളിറ്റിയുള്ള ഇൻവെർട്ടർ ബോർഡുകൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഇൻവെർട്ടറിനും ആ ക്വാളിറ്റി പ്രകടമായിരിക്കും. ഞാൻ ഈ പറഞ്ഞതുകൊണ്ട് സിംഗിൾ സൈഡഡ് പി സി ബികൾക്ക് ക്വാളിറ്റി തീർത്തും മോശമാണെന്ന് അർത്ഥമില്ല. അവയ്ക്കും അവയുടേതായ മെറിറ്റും ഡിമെറിറ്റ്സും ഉണ്ട്. എന്നാൽ ഈ ആധുനിക കാലഘട്ടത്തിൽ മൾട്ടി ലെയർ പി സി ബികളും അതിനോടനുബന്ധിച്ച് വരുന്ന SMT അഥവാ സർഫസ് മൗണ്ടിങ് ടെക്നോളജി, SMD സർഫസ് മൗണ്ടിങ് ഡിവൈസസ് അഥവാ കോമ്പണൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റിയെല്ലാം നമ്മൾ കൂടുതലായി മനസ്സിലാക്കുകയും നമ്മളുടെ മാനുഫാക്ചറിംഗ് മേഖലയിൽ ഇത്തരത്തിലുള്ള ആധുനിക ടെക്നോളജികൾ ഒക്കെ ഉപയോഗിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണെന്ന് മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യേണ്ടത് അനിവാര്യമാണ്. അപ്പോൾ വരുന്ന വീഡിയോകളിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ നമ്മൾ കൂടുതലായി പഠിക്കുവാനും മനസ്സിലാക്കുവാനും ശ്രമിക്കുന്നതാണ്. ഈ വീഡിയോയിൽ കൂടി നമ്മൾ ഡബിൾ സൈഡഡ് പി സി ബികളുടെ അഡ്വാൻറ്റേജും അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് കിട്ടുന്ന നേട്ടങ്ങളും ഒക്കെ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതാണ്. കുറച്ചു കാലം മുൻപ് വരെ നമ്മുടെ ഈ കേരളത്തിൽ ഇത്തരത്തിലുള്ള ആധുനിക ടെക്നോളജികളൊന്നും ഉപയോഗിക്കപ്പെട്ടിരുന്നില്ല. എന്നാൽ ഇപ്പോഴത്തെ ഈ മാറിയ സാഹചര്യത്തിൽ SMT ഉപയോഗിക്കുന്ന നിരവധി കമ്പനികൾ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ടെക്നോളജികൾ ഉപയോഗിച്ച് നമുക്കിപ്പോൾ ബോർഡുകൾ നിർമ്മിക്കുവാൻ വളരെ എളുപ്പമാണ്. അതിനായി നമ്മൾ കൂടുതലും മറ്റുള്ള സംസ്ഥാനങ്ങളെയൊന്നും ആശ്രയിക്കേണ്ട ഒരു സ്ഥിതിവിശേഷം ഇപ്പോഴില്ല. എന്നിരുന്നാലും വളരെ ദുഃഖകരമായ ഒരു കാര്യം പറയാനുള്ളത്, ഇത്തരത്തിലുള്ള മൾട്ടി ലെയർ പി സി ബികൾ ചെയ്യുന്ന ഒരു യൂണിറ്റ് പോലും കേരളത്തിലില്ല എന്നുള്ളതാണ്. എന്നാൽ അയൽ സംസ്ഥാനങ്ങളിൽ ഇത് ആവശ്യത്തിൽ കൂടുതൽ ഉണ്ട് താനും. എന്നിരുന്നാലും ഇങ്ങനെയുള്ള SMT ടെക്നോളജികളൊക്കെ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള ടെക്നോളജികൾ ഉപയോഗിച്ച് ബോർഡുകൾ അസംബിൾ ചെയ്യുന്ന നിരവധി യൂണിറ്റുകൾ ഇന്നിപ്പോൾ കേരളത്തിൽ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള മാനുഫാക്ചേഴ്സിനോട് എനിക്കൊരു അഭ്യർത്ഥനയുള്ളത്, ഇങ്ങനെയുള്ള പുതിയ പുതിയ ടെക്നോളജികൾ നിങ്ങൾ ഉപയോഗിക്കുകയും അങ്ങനെയുള്ള ടെക്നോളജികളിലേക്ക് നിങ്ങൾ മാറുകയും ചെയ്യണമെന്നാണ്. ഇങ്ങനെയാണെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് വരുന്ന ഇൻവെർട്ടറുകളെയൊക്കെ കോമ്പറ്റ് ചെയ്ത് ഇവിടെ തന്നെ ഇൻവെർട്ടറുകൾ നിർമ്മിക്കാൻ സാധിക്കുകയുള്ളൂ. ഇങ്ങനെ ചെയ്യുന്നത് വഴി ഇവിടെയുള്ള EMS കമ്പനികൾ, അതായത് ഇലക്ട്രോണിക് മാനുഫാക്ചറിംഗ് സർവീസ് കമ്പനികൾക്ക് ഇത് വലിയൊരു പ്രചോദനവും പ്രോത്സാഹനവും ആയിത്തീരും. അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കാനും ആവും. സൈൻ വേവ് ഇൻവെർട്ടറുകളിൽ നിരവധി ടെക്നോളജികൾ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് നേരത്തെ തന്നെ ഞാൻ സൂചിപ്പിച്ചിരുന്നല്ലോ. ഇത്തരത്തിലുള്ള നിരവധി ടെക്നോളജികളെപ്പറ്റിയും അതിലുപയോഗിച്ചിരിക്കുന്ന മറ്റ് ഘടകങ്ങളെപ്പറ്റിയും കൂടാതെ ഇൻവെർട്ടറുകളുടെയൊക്കെ വർക്കിങ്ങിനെ പറ്റിയുമൊക്കെ നല്ല ധാരണയും വ്യക്തമായ അറിവുമുള്ള ധാരാളം ആൾക്കാർ നമ്മുടെ ഇടയിൽ ഉണ്ട്. എന്നിരുന്നാലും പുതിയതായി ഈ മേഖലയിലേക്ക് കടന്നു വന്നിട്ടുള്ളവർക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി വ്യക്തമായ അറിവ് നേടാൻ സാധിച്ചിട്ടില്ലാത്തവർക്കുമായി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ഇൻവെർട്ടർ ബോർഡുകളെ പറ്റിയുള്ള ഈ വീഡിയോ നമുക്ക് തുടരാം. ഇത്തരത്തിലുള്ള എല്ലാ ഇൻവെർട്ടർ ബോർഡുകളിലും നമ്മൾ ഡിജിറ്റൽ ടെക്നോളജിയാണ് ഉപയോഗിക്കുന്നത്. സൈൻ വേവ് ജനറേറ്റ് ചെയ്യുവാനും ഇൻവെർട്ടറുകളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുവാനും ഒക്കെ നമ്മൾ ഈ ഡിജിറ്റൽ ടെക്നോളജിയാണ് ഉപയോഗിക്കുന്നത്. ഡിജിറ്റൽ ടെക്നോളജി എന്ന് പറയുമ്പോൾ ഇത്തരം ബോർഡുകളിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു മൈക്രോ കൺട്രോളറും ആ കൺട്രോളറിൽ അടങ്ങിയിരിക്കുന്ന ഒരു പ്രോഗ്രാമുമാണ് ഇങ്ങനെയുള്ള എല്ലാ സൈൻ വേവ് ഇൻവെർട്ടർ ബോർഡുകളെയും പൂർണ്ണമായി നിയന്ത്രിക്കുന്നതും പ്രവർത്തനക്ഷമമാക്കുന്നതും. അതുകൊണ്ട് തന്നെ ഈ മൈക്രോ കൺട്രോളറും ഇതിലടങ്ങിയിരിക്കുന്ന പ്രോഗ്രാമും ഇൻവെർട്ടറുകളുടെ വർക്കിങ്ങിനെയും അതിൻ്റെ ക്വാളിറ്റിയെയും വളരെ നിർണായകമായി ബാധിക്കുന്ന രണ്ട് ഘടകങ്ങളാണ്. ഇതുകൂടാതെ മറ്റ് ചില ഘടകങ്ങൾ കൂടി ഇത്തരത്തിലുള്ള ഇൻവെർട്ടറുകളുടെ ക്വാളിറ്റിയെ ബാധിക്കുന്നതായി നമുക്ക് കാണാം. അവയെന്താണെന്ന് നമുക്ക് നോക്കാം. ഇത്തരം ഇൻവെർട്ടർ ബോർഡുകളിൽ ഉപയോഗിച്ചിരിക്കുന്ന PCBകളുടെ ഡിസൈനിലും അവയുടെ ഫാബ്രിക്കേഷനിലും അവലംബിച്ചിരിക്കുന്ന രീതികൾ, അതുപോലെ ഇങ്ങനെയുള്ള ബോർഡുകളിൽ ഉപയോഗിച്ചിരിക്കുന്ന സർക്യൂട്ടറികളുടെ നിലവാരം, അതിലുപയോഗിച്ചിരിക്കുന്ന മറ്റ് നിരവധി ഇലക്ട്രോണിക് കോമ്പണൻറ്റുകളുടെയൊക്കെ ക്വാളിറ്റി, ഇവയെല്ലാം ഇത്തരത്തിലുള്ള ഇൻവെർട്ടർ ബോർഡുകളുടെയും ഇൻവെർട്ടറുകളുടെയും ക്വാളിറ്റിയെ നേരിട്ട് ബാധിക്കുന്ന വിവിധ തരത്തിലുള്ള ഘടകങ്ങളാണ്. പക്ഷേ സാധാരണ ഇത്തരത്തിലുള്ള ഇൻവെർട്ടറുകൾ അസംബിൾ ചെയ്യുന്നവരെ സംബന്ധിച്ചും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കാര്യമായ അറിവ് നേടാൻ സാധിക്കാത്തവർക്കുമൊക്കെ ഈ ഇൻവെർട്ടർ ബോർഡുകൾ കാണുന്നതുകൊണ്ടോ അല്ലെങ്കിൽ ഈ ബോർഡുകൾ ഉപയോഗിച്ച് നോക്കുന്നതുകൊണ്ടോ ഒന്നും ഇൻവെർട്ടറുകളുടെയും ഇൻവെർട്ടർ ബോർഡിൻ്റെയും ഒക്കെ ക്വാളിറ്റിയെ പറ്റിയും അതിലുപയോഗിച്ചിരിക്കുന്ന ടെക്നോളജിയെ പറ്റിയൊന്നും കാര്യമായുള്ള അറിവ് നേടാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് നമ്മൾ വരുന്ന കുറേ വീഡിയോകളിൽ ഇത്തരത്തിലുള്ള ബോർഡുകളെ
ബോർഡുകൾ ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന ഇൻവെർട്ടറുകളെയും ചില പരീക്ഷണ നിരീക്ഷണങ്ങൾക്കൊക്കെ വിധേയമാക്കിയതിനു ശേഷം ഇവയുടെയൊക്കെ റിസൾട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്തരം ബോർഡുകളെപ്പറ്റിയും അതിലുപയോഗിച്ചിരിക്കുന്ന ടെക്നോളജിയെപ്പറ്റിയും കൂടുതലായി മനസ്സിലാക്കുവാനും അറിയുവാനും ശ്രമിക്കുന്നതാണ്. മാത്രവുമല്ല, നിരവധി തരത്തിലുള്ള PCBകൾ നമുക്ക് മാർക്കറ്റിൽ ലഭ്യമാണെന്ന് ഞാൻ പറഞ്ഞുവല്ലോ. ഈ ബോർഡുകൾ തമ്മിൽ ക്വാളിറ്റിയിലുള്ള വ്യത്യാസം, പ്രവർത്തനത്തിലുള്ള വ്യത്യാസം, ടെക്നോളജിയിലുള്ള വ്യത്യാസം ഇവയെല്ലാം നമ്മൾ ഈ വരുന്ന വീഡിയോകളിൽ വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നതാണ്. ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ താല്പര്യമുള്ള ആൾക്കാർ ഈ വരുന്ന വീഡിയോകളിൽ കൂടി ശ്രദ്ധിക്കണമെന്ന് ഞാൻ താല്പര്യപ്പെടുകയാണ്. ഐജൻ ഇൻവെർട്ടർ ബോർഡുകളെക്കുറിച്ചുള്ള ഈ വീഡിയോ തുടരുന്നതിന് മുൻപായി ഞാൻ നിങ്ങളെ എല്ലാവരെയും എൻ്റെ ഇലക്ട്രോണിക്സ് ചാനലായ ഇൻസൈഡ് ഇലക്ട്രോണിക്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വെൽക്കം ഓൾ ഓഫ് യു ടു മൈ യൂട്യൂബ് ചാനൽ ഇൻസൈഡ് ഇലക്ട്രോണിക്സ്. താങ്ക് യു. ഇവിടെ ഐജൻ ഇൻവെർട്ടർ ബോർഡിൻ്റെ 12 മോസ്ഫെറ്റുകൾ ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ള ഒരു ഇൻവെർട്ടർ ബോർഡാണ് കാണിച്ചിരിക്കുന്നത്. ഐജൻ ഇൻവെർട്ടർ ബോർഡുകൾ എല്ലാം തന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് മദർ ബോർഡും കൺട്രോൾ ബോർഡും സെപ്പറേറ്റ് ആയിട്ടാണ്. എല്ലാ ബോർഡുകളും തന്നെ ഈ രീതിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഇതിൽ കൺട്രോൾ കാർഡിൽ ഉപയോഗിച്ചിരിക്കുന്ന മൈക്രോ കൺട്രോളറിനെ പറ്റിയും ബാക്കിയുള്ള എല്ലാ ഡീറ്റെയിൽസും അടുത്ത ഒരു വീഡിയോയിൽ വളരെ വിശദമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. ഇത് സിംഗിൾ സൈഡഡ് PCBയിൽ ചെയ്തിരിക്കുന്ന ഒരു മദർ ബോർഡാണ്. നമുക്ക് സിംഗിൾ സൈഡഡ് കൂടാതെ ഡബിൾ സൈഡഡ് PCBയിൽ ചെയ്തിരിക്കുന്ന മദർ ബോർഡുകളും അവൈലബിൾ ആയിട്ടുണ്ട്. ഇത് അത്തരത്തിൽ ഡബിൾ സൈഡഡ് അഥവാ ഡബിൾ ലെയേർഡ് PCBയിൽ ചെയ്തിരിക്കുന്ന ഒരു മദർ ബോർഡാണ്. ഡബിൾ ലെയർ PCBകൾക്ക് സിംഗിൾ ലെയർ PCBകളെ അപേക്ഷിച്ച് വളരെയധികം ഗുണമേന്മ കൂടുതലുണ്ട്. ഈ ഡബിൾ സൈഡഡ് PCBകളുടെ പ്രത്യേകതയും അവയുടെ ഗുണമേന്മയെപ്പറ്റിയും കൂടുതലായിട്ട് മറ്റൊരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ കൺട്രോൾ കാർഡുകളും ഡബിൾ സൈഡഡ് PCBയിൽ തന്നെ ചെയ്തിട്ടുള്ളവയാണ്. SMT അഥവാ സർഫസ് മൗണ്ടിങ് ടെക്നോളജി, അതുപോലെ തന്നെ കൂടുതലായും സർഫസ് മൗണ്ടിങ് ഡിവൈസുകളുമാണ് ഇത്തരത്തിലുള്ള കൺട്രോൾ കാർഡുകളിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഐജൻ ബോർഡുകളിൽ ഉപയോഗിച്ചിരിക്കുന്ന മദർ ബോർഡുകളും അതുപോലെ തന്നെ കൺട്രോൾ ബോർഡുകളും എല്ലാം തന്നെ CNC മെഷീനുകളിൽ നിർമ്മിച്ചിട്ടുള്ളവയാണ്. അതുകൊണ്ട് തന്നെ അവയുടെ ഗുണനിലവാരം വളരെ ഉയർന്നതാണ്. വളരെ കോമ്പാക്റ്റ് ആയിട്ടാണ് ഈ ബോർഡുകളെല്ലാം തന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ വളരെ കോമ്പാക്റ്റ് ആയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളതിനാൽ തന്നെ ഇവയുടെ വർക്കിംഗ് സമയത്തുള്ള സ്റ്റെബിലിറ്റി വളരെയധികം കൂടുതലാണ്. ഇനി ഈ ഐജൻ ബോർഡുകൾക്കുള്ള ചില പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഇവിടെ AC വയറുകൾ കണക്ട് ചെയ്യാൻ വേണ്ടി 5 സെപ്പറേറ്റ് പിന്നുകൾ നൽകിയിട്ടുണ്ട്. സാധാരണഗതിയിൽ നമ്മൾ ഇത്തരത്തിലുള്ള റിലേകളുടെ മുകളിൽ നിന്നൊക്കെ ആയിരിക്കും കണക്ഷൻ എടുക്കുക. പക്ഷേ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഇൻവെർട്ടറുകളെ പറ്റി വലിയ ധാരണയില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം വയറുകൾ കണക്ട് ചെയ്യുന്നതിന് കൺഫ്യൂഷൻ ഉണ്ടാകാറുണ്ട്. ഇതുപോലെ 5 ഡെഡിക്കേറ്റഡ് പിന്നുകൾ കൊടുത്തിരിക്കുന്നത് കൊണ്ട് അങ്ങനെയുള്ള കൺഫ്യൂഷന് നമുക്ക് ഒഴിവായി കിട്ടും. അതുകൂടാതെ ഇത്തരത്തിൽ നമുക്ക് ടൈപ്പ് റിലേകളും ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഈ ഐജൻ ബോർഡുകളെല്ലാം തന്നെ ഇതിൻ്റെ ഡിസൈൻ മുഴുവനായി നമ്മുടെ ഈ കേരളത്തിൽ തന്നെ നിർവഹിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അവൈലബിലിറ്റിക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും നേരിടാനുള്ള സാധ്യതയില്ല. ഇതിലുപയോഗിച്ചിരിക്കുന്ന എല്ലാ കോമ്പണൻസുകളും നമ്മുടെ ലോക്കൽ മാർക്കറ്റിൽ നിന്ന് തന്നെ വാങ്ങിയിട്ടുള്ളതാണ്. PCBകളുടെ അസംബ്ലിംഗ് ആയാലും, അതായത് SMT ഉപയോഗിച്ചിട്ടുള്ള അസംബ്ലിംഗ് ആയാലും, PCBകളുടെ മാനുഫാക്ചറിങ് ആയാലും എല്ലാം നമ്മുടെ ഈ ലോക്കൽ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇതിനൊരു അവൈലബിലിറ്റിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. സിംഗിൾ ലെയർ PCBകളിൽ ഇത്തരത്തിൽ 12 മോസ്ഫെറ്റുകൾ ഉപയോഗിച്ചിട്ടുള്ള ബോർഡുകൾ കൂടാതെ 16 മോസ്ഫെറ്റ് ഉപയോഗിച്ചിട്ടുള്ള ബോർഡുകളും അതുപോലെ 20 മോസ്ഫെറ്റുകൾ ഉപയോഗിച്ചിട്ടുള്ള ബോർഡുകളും നമുക്ക് ലഭ്യമാണ്. ഇത്തരത്തിൽ നമുക്ക് 16 മോസ്ഫെറ്റുകളുടെ ബോർഡുകളും
ഇത് 16 മോസ്ഫെറ്റുകൾ ഉപയോഗിച്ചിട്ടുള്ള ഒരു ബോർഡാണ്. വലിയ ഹീറ്റ് സിങ്കുകളും അതുപോലെ PCBയുടെ സൈസും സ്വല്പം കൂടുതലാണ്. ഇത്തരത്തിലുള്ള ബോർഡുകൾ നമ്മൾ സാധാരണയായി ഉപയോഗിക്കുന്നത് ഉയർന്ന തോതിലുള്ള ഉയർന്ന കപ്പാസിറ്റിയിലുള്ള ഇൻവെർട്ടറുകൾ അഥവാ ഉയർന്ന ലോഡുകൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കേണ്ടി വരുന്ന സന്ദർഭങ്ങളിൽ നമ്മൾ ഇത്തരത്തിൽ കപ്പാസിറ്റി കൂടിയ ബോർഡുകളാണ് സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നത്. അതിൽ ഹീറ്റ് സിങ്കിൻ്റെ വലുപ്പവും കൂടുതലായിരിക്കും, അതുപോലെ തന്നെ മോസ്ഫെറ്റുകളുടെ എണ്ണവും കൂടുതലായിരിക്കും. ഈ 16 മോസ്ഫെറ്റ് ഉള്ള ബോർഡുകൾ കൂടാതെ നമുക്ക് ഇത്തരത്തിൽ 20 മോസ്ഫെറ്റുകൾ ഉള്ള ബോർഡുകളും ലഭ്യമാണ്. ഈ ബോർഡിൽ നമ്മൾ 20 മോസ്ഫെറ്റുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൽ നമുക്ക് 4 kVA വരെ നമുക്ക് ഉള്ള ഇൻവെർട്ടറുകൾ അസംബിൾ ചെയ്യുവാൻ ഇത്തരം ബോർഡുകൾ ഉപയോഗിച്ച് സാധിക്കും. ഈ ബോർഡിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന SMPS ഇൻബിൽറ്റ് ആണ് എന്നുള്ളതാണ്. ഈ പോർഷൻ നമ്മൾ SMPSൻ്റെയാണ്. അപ്പോൾ നമുക്ക് എക്സ്റ്റേണലായിട്ട് മറ്റൊരു SMPS വയ്ക്കേണ്ട ആവശ്യം ഇവിടെ വരുന്നില്ല. പന്ത്രണ്ട് മോസ്ഫെറ്റുകളിലും അതുപോലെ തന്നെ 16 മോസ്ഫെറ്റുകളിലും ചെയ്തിരിക്കുന്ന ബോർഡുകളെല്ലാം തന്നെ നമുക്ക് 12 വോൾട്ടിലും അതുപോലെ തന്നെ 24 വോൾട്ടിലും ഉപയോഗിക്കാവുന്നതാണ്. ഇത് 24 വോൾട്ട് ബോർഡിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ബക്ക് റെഗുലേറ്ററാണ് ഉപയോഗിക്കുക. ഐജൻ ബോർഡുകൾ തന്നെ ഇതിന് ലഭ്യമാണ്. ഇത്തരത്തിൽ നമുക്ക് ഈ ഒരു ബക്ക് റെഗുലേറ്റർ മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ ബോർഡുകളെല്ലാം തന്നെ 24 വോൾട്ടിലേക്ക് ചെയ്യാവുന്നതാണ്. ഇനിയും ഇത്തരത്തിൽ 16 മോസ്ഫെറ്റുകൾ ഉപയോഗിച്ചിട്ടുള്ള ബോർഡുകൾ ഉപയോഗിച്ച് നമുക്ക് 3 kVA വരെ ഉള്ള ഇൻവെർട്ടറുകൾ നിർമ്മിക്കാനാവും. അതിനായി നമ്മൾ ഒരു എക്സ്റ്റേണൽ SMPS ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇത്തരത്തിലുള്ള ബക്ക് റെഗുലേറ്ററുകൾ നമുക്ക് 24 വോൾട്ടിൻ്റെ ആവശ്യത്തിലേക്ക് മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇത്തരത്തിൽ എക്സ്റ്റേണലായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു SMPS ഉപയോഗിച്ച് നമ്മൾ ഇങ്ങനെയുള്ള ബോർഡുകൾ നമുക്ക് 36 വോൾട്ടിലും 48 വോൾട്ടുകളിലും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് ഈ ബോർഡുകൾ നമുക്ക് ഒരു 3 kVA വരെ ഉപയോഗിക്കുവാൻ സാധിക്കുന്നതാണ്. ഐജൻ ഇൻവെർട്ടർ ബോർഡുകളിലെല്ലാം തന്നെ 2 കൂളിംഗ് ഫാനിനുള്ള പ്രൊവിഷനുകൾ നൽകിയിട്ടുണ്ട്. ഇത്തരത്തിൽ ഫാൻ 1 എന്നും ഫാൻ 2 എന്നും ഡിനോട്ട് ചെയ്തിരിക്കുന്ന 2 കണക്ടറുകൾ നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കും. ഇതിൽ ഫാൻ 1 എന്ന് പറയുന്നത് നമ്മൾ സാധാരണ എക്സോസ്റ്റ് ഫാനായിട്ടായിരിക്കും ഉപയോഗിക്കുന്നത്. എന്നാൽ ഫാൻ 2 അഥവാ ഓക്സിലറി ഫാൻ അല്ലെങ്കിൽ സെക്കൻഡറി ഫാൻ എന്ന് പറയുന്നത് ഈ മോസ്ഫെറ്റുകളുടെ ഹീറ്റ് സിങ്കിനെ തണുപ്പിക്കാൻ വേണ്ടി മാത്രമായിട്ടായിരിക്കും ഉപയോഗിക്കുന്നത്. ഇത്തരത്തിൽ 16 മോസ്ഫെറ്റുകളും വലിയ ഹീറ്റ് സിങ്കുകളും ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന ഈ ഇൻവെർട്ടർ ബോർഡുകൾ ഉയർന്ന കപ്പാസിറ്റിയിലുള്ള ഇൻവെർട്ടറുകൾ നിർമ്മിക്കാൻ വേണ്ടിയാണ് നമ്മൾ സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നത്. അങ്ങനെ ഉയർന്ന ലോഡിൽ തുടർച്ചയായി വർക്ക് ചെയ്യുന്ന സമയങ്ങളിൽ മോസ്ഫെറ്റുകളുടെ ഹീറ്റ് സിങ്ക് വളരെ പെട്ടെന്ന് ചൂടാവുകയും ചിലപ്പോൾ അത് ക്രമാതീതമായി ചൂടായി തെർമൽ ഷട്ട് ഡൗണിലേക്കൊക്കെ പോകാനുള്ള സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെ മോസ്ഫെറ്റ് ഹീറ്റ് സിങ്കുകളുടെ ടെമ്പറേച്ചർ ക്രമാതീതമായി ഉയരുന്ന സമയത്ത് ഫാൻ 2 അഥവാ സെക്കൻഡറി ഫാൻ തനിയെ ഓൺ ആവുകയും ആ ഫാൻ ഹീറ്റ് സിങ്കുകളിലേക്ക് ഡയറക്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതിനാൽ മോസ്ഫെറ്റുകളുടെ ഹീറ്റ് സിങ്ക് വളരെ പെട്ടെന്ന് തണുക്കുകയും ചെയ്യുന്നു. അങ്ങനെ മോസ്ഫെറ്റ് ഹീറ്റ് സിങ്കുകൾ വളരെ സേഫ് ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഫാൻ 2 തനിയെ ഓഫ് ആവുകയും ചെയ്യുന്നു. എന്നാൽ ഫാൻ 1 തുടർന്നും വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ സാധാരണഗതിയിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഇൻവെർട്ടർ ബോർഡുകളിൽ നിന്ന് വിഭിന്നമായി
ഇവിടെ ബാറ്ററി കറണ്ട് സെൻസിങ്ങിന് വേണ്ടി നമ്മൾ ഷണ്ടുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ ഒരു ഷണ്ട് ഉപയോഗിച്ചിട്ടുള്ള ബോർഡുകളും അതുപോലെ തന്നെ ഇങ്ങനെ 2 ഷണ്ടുകൾ ഉപയോഗിച്ചിട്ടുള്ള ബോർഡുകളും അവൈലബിൾ ആണ്. എല്ലാ PCBകളിലും 1 ഷണ്ടോ 2 ഷണ്ടോ ഉപയോഗിക്കാൻ വേണ്ടിയുള്ള പ്രൊവിഷൻ നമുക്ക് നൽകിയിട്ടുണ്ട്. ഇതുപോലെ ഉയർന്ന കപ്പാസിറ്റിയിൽ ഈ ഇത്തരം ബോർഡുകൾ വർക്ക് ചെയ്യേണ്ട സമയത്ത് വളരെ ഉയർന്ന കറണ്ട് ആയിരിക്കും ബാറ്ററിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യപ്പെടുക. അത്തരം സാഹചര്യങ്ങളിൽ ഇങ്ങനെ 2 ഷണ്ടുകൾ ഉപയോഗിച്ചിട്ടുള്ള ബോർഡുകൾ ആയിരിക്കണം നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഒരു കാര്യം ഇവിടെ ഓർക്കേണ്ടതായിട്ടുള്ളത്, ഇങ്ങനെ 2 ഷണ്ടുകൾ ഉപയോഗിക്കുന്ന സമയം നമ്മൾ കൺട്രോൾ കാർഡിന് ചെറിയ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് സിംഗിൾ ഷണ്ടിൻ്റെയും ഡബിൾ ഷണ്ടിൻ്റെയും കാർഡുകൾ വ്യത്യസ്തമാണ്. അപ്പോൾ അത് മനസ്സിലാക്കി വേണം നമ്മൾ ഈ ബോർഡുകളിൽ കൺട്രോൾ കാർഡുകൾ ഉപയോഗിക്കേണ്ടത്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഇവിടെ ഐജൻ ബോർഡുകളിൽ ബാറ്ററി കറണ്ട് സെൻസ് ചെയ്യുവാൻ വേണ്ടി, അത് ചാർജിങ് കറണ്ട് ആയാലും ഡിസ്ചാർജിങ് കറണ്ട് ആയാലും അത് സെൻസ് ചെയ്യുന്നതിന് വേണ്ടി ഷണ്ടുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇങ്ങനെ ഷണ്ടുകൾ ഉപയോഗിക്കുന്നതിൻ്റെ പ്രത്യേകതയും, നിലവിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് ഇരുന്ന ഒരു മെത്തേഡുണ്ട്. അതായത് മോസ്ഫെറ്റുകളുടെ എറർ വോൾട്ടേജ് അല്ലെ മോസ്ഫെറ്റുകളിൽ നിന്ന് കിട്ടുന്ന എറർ വോൾട്ടേജ് ഉപയോഗിച്ചിട്ടായിരുന്നു നമ്മൾ ഇത്രയും കാലം ഈ ബാറ്ററി കറണ്ട് സെൻസ് ചെയ്തിരുന്നത്. അപ്പോൾ അതിന് ഉള്ള ദൂഷ്യവശങ്ങളും ഷണ്ട് ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള ഗുണങ്ങളും അതിനെപ്പറ്റി വളരെ വിശദമായിട്ടുള്ള ഒരു വീഡിയോ ഉടൻ തന്നെ വരുന്നതാണ്. ഇനി ഇവിടെ മറ്റൊരു കാര്യം ശ്രദ്ധേയമായിട്ടുള്ളത്, ഈ ഷണ്ടുകൾ ഉപയോഗിക്കുന്ന മറ്റ് ചില ബോർഡുകൾ കൂടി ഉണ്ട്. എന്നിരുന്നാലും അത്തരം ബോർഡുകളെ അപേക്ഷിച്ച് ഈ ഷണ്ട് കറണ്ട് സെൻസ് ചെയ്യുവാനും മറ്റുമായിട്ടുള്ള യാതൊരു എക്സ്റ്റേണൽ സർക്യൂട്ടറികളും ഈ ബോർഡിൽ ഇല്ല എന്നുള്ളതാണ്. അതായത് ഈ ഷണ്ടുകൾ മാത്രമാണ് കറണ്ട് സെൻസ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ബാക്കിയുള്ള എല്ലാ സർക്യൂട്ടറികളും ഈ കൺട്രോളറിനുള്ളിൽ തന്നെയാണ് ഉള്ളത്. അങ്ങനെ എക്സ്റ്റേണൽ സർക്യൂട്ടറികൾ ഒന്നും ഇല്ലാത്തതിനാൽ ഇവിടെ കറണ്ട് സെൻസിങ് വളരെ പ്രിസൈസ് ആയിരിക്കുകയും വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്ങുകൾ ലഭിക്കുകയും ചെയ്യും. ഇത്തരത്തിൽ ഷണ്ടിൽ നിന്ന് കിട്ടുന്ന എറർ വോൾട്ടേജ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഇൻവെർട്ടർ ബോർഡുകളുടെ ഷോർട്ട് സർക്യൂട്ട് പ്രൊട്ടക്ഷനൊക്കെ ആക്ടിവേറ്റ് ചെയ്യുന്നത്. ഷണ്ടിൽ നിന്നുള്ള വോൾട്ടേജിൻ്റെ പ്രെസിഷൻ കൂടുതലായതിനാൽ തന്നെ ഈ ഔട്ട്പുട്ട് വോൾട്ടേജ് പ്രൊട്ടക്ഷൻ തുടങ്ങിയ പല പ്രൊട്ടക്ഷനുകളും വളരെ പ്രിസൈസ് ആയിട്ടും വളരെ എഫിഷ്യൻ്റ് ആയിട്ടും നമുക്ക് ഈ ബോർഡുകളിൽ ലഭിക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് മോസ്ഫെറ്റ് ഡ്രൈവറുകളായി നമ്മൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് TLP 152 എന്ന് പറയുന്ന ഫോട്ടോ കപ്ലറുകളാണ്. 4 മോസ്ഫെറ്റ് ബാങ്കുകൾക്കുമായി 4 മോസ്ഫെറ്റ് ഡ്രൈവറുകൾ നമ്മൾ ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. കൂടെ കാണാം, ഇത്തരത്തിൽ 4 മോസ്ഫെറ്റ് ഡ്രൈവറുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഓരോ ബാങ്കിനും ഓരോ മോസ്ഫെറ്റ് ഡ്രൈവറുകൾ ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള മെച്ചം എന്ന് പറയുന്നത്, ഏതെങ്കിലും സാഹചര്യത്തിൽ ഒരു മോസ്ഫെറ്റ് ബാങ്ക് ഡാമേജ് ആകുന്ന പക്ഷം ആ ഒരു മോസ്ഫെറ്റ് ഡ്രൈവർ മാത്രം നമുക്ക് മാറിയാൽ മതിയാവും, അല്ലെങ്കിൽ അത് റീപ്ലേസ് ചെയ്താൽ മതിയാവും. അടുത്തതായി ഐജൻ ഇൻവെർട്ടർ ബോർഡുകളിൽ നമുക്ക് റോക്കർ സ്വിച്ചുകൾ കൂടാതെ ബട്ടൺ സ്വിച്ചും അതുപോലെ തന്നെ മെനു ഡ്രിവൺ മോഡ് എന്ന് പറയുന്ന മറ്റൊരു രീതിയും ഉപയോഗിക്കാവുന്നതാണ്. ഇവിടെ സ്വിച്ച് കണക്ട് ചെയ്യാനുള്ള ഒരു പോർട്ടുണ്ട്. ഈ പോർട്ടുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ബട്ടൺ സ്വിച്ചുകളും അതുപോലെ മെനു ഡ്രിവൺ മോഡുകളും പ്രവർത്തിപ്പിക്കാവുന്നതാണ്. ഇതിൽ മെനു ഡ്രിവൺ മോഡ് എന്ന് ഞാൻ പറഞ്ഞ ആ ഒരു മോഡിനെ പറ്റിയുള്ള വിശദ വിവരങ്ങൾ മറ്റൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഐജൻ ബോർഡുകളിൽ നമുക്ക് LCDയോടൊപ്പം LED കൂടി ഉപയോഗിക്കാവുന്നതാണ്. LCD തനിയെയോ അഥവാ LED തനിയെയോ, അതുമല്ലെങ്കിൽ ഇവ രണ്ടും ഒരുമിച്ചോ നമുക്ക് പ്രവർത്തിപ്പിക്കാവുന്നതാണ്. 8 LEDയും LCDയും വരെ ഉപയോഗിക്കാവുന്ന പ്രൊവിഷൻ നൽകിയിട്ടുണ്ട്. 2x16 അതായത് 2 ലൈൻ 16 ക്യാരക്ടർ
LCD ആണ് സാധാരണ ഈ ബോർഡുകളിൽ ഉപയോഗിക്കാറ്. എന്നിരുന്നാലും കസ്റ്റമൈസ് ചെയ്ത് സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് 4x20 ക്യാരക്ടേഴ്സ് ഉള്ള LCDയും ഉപയോഗിക്കാവുന്നതാണ്. LED-കളുടെ ലിസ്റ്റ് LCD ബോർഡിൻ്റെ പിറകിൽ തന്നെ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. ഇനിയും കുറേ അധികം ഫീച്ചേഴ്സുകൾ കൂടി ഹൈജൻ ബോർഡ്സിനെ പറ്റി പറയുവാനായിട്ടുണ്ട്. എന്നാൽ ഈ വീഡിയോയുടെ ലെങ്ത് വളരെയധികം കൂടുതലായി എന്ന് തോന്നുന്നു. അതുകൊണ്ട് ബാക്കിയുള്ള ഫീച്ചേഴ്സുകളും ഹൈജൻ ബോർഡ്സിൻ്റെ കാലിബ്രേഷൻ, സെറ്റപ്പ്, ഇവ രണ്ടും കൂടാതെ അഡ്വാൻസ്ഡ് സെറ്റപ്പ്, മെനു ഡ്രിവൺ മോഡിലേക്ക് ആവശ്യമായി വരുന്ന യൂസർ മെനു എന്നിവയെക്കുറിച്ചെല്ലാം അടുത്ത വീഡിയോയിൽ വളരെ വിശദമായി നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. Until then, goodbye to all.